ഇവിടുത്തെ താമസമൊക്കെ സുഖമാണോ മോളെ? കുഴപ്പമില്ലമ്മേ. അയൽക്കാരൊക്കെ നല്ല സ്നേഹമുള്ളവരാ. ഓ, മോള് ഹാപ്പി ആണല്ലോ. എനിക്ക് കളിക്കാൻ കൂട്ടുകാരൊക്കെ ഉണ്ട് അങ്കിളെ. ഓഹോ, അപ്പൊ മോള് അടിച്ചു പൊളിക്കാണല്ലോ. പഠിക്കാനൊക്കെ പോകുന്നുണ്ടോ? എങ്കിലേ നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചായ എടുക്കാം. വീടും പരിസരമൊക്കെ കലക്കിയിട്ടുണ്ടല്ലോ. ഒരു ഷൂട്ടിംഗ് പ്ലേസ് പോലെ ഉണ്ട്. കളിയാക്കാതേട്ടാ, പാവങ്ങളൊന്നും ജീവിച്ചു പൊക്കോട്ടെ. അമ്മേ, വീട്ടിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. നീ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നിന്റെ അച്ഛനും മിണ്ടാട്ടോ ഉരിയാട്ടോ ഒക്കെ തീരെ കുറവാ. നല്ല സങ്കടമുണ്ട്, പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. നീ ഇപ്പൊ വീടൊന്നും മാറേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പച്ചി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണെന്ന് എനിക്കറിയില്ലേ? ഡമ്പും തലക്കണവും ഒക്കെ കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അവര് പറയുന്നതൊക്കെ വേദവാക്യാണെന്ന് അങ്ങ് അംഗീകരിച്ചു കൊടുത്താ ഒരു പ്രശ്നവുമില്ല, അല്ലേ അമ്മേ? അത് ശരിയാ. അപ്പച്ചിയുടെ ഏത് വാക്കും ഏട്ടൻ മേട്ടത്തേക്കും വേദവാക്യമാണല്ലോ. അല്ല, കുട്ടിയുടെ കാര്യത്തിൽ മനസ്സ് നോണമെങ്കിൽ ഒരു കുട്ടിയുടെ അച്ഛനായിരിക്കണം. മക്കളില്ലാത്തവർക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഇത് കേട്ടാത്തൊന്നും ഇവിടെ നിന്റെ സ്വന്തം കുട്ടിയാണെന്ന്. വല്ലവന്റെ കുട്ടിയെ പറ്റി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കെന്താണ് ഇത്ര നോവാൻ? ജിതേന്ദ്ര, നീ വന്നത് വീണ്ടും മഴക്കിടാൻ വേണ്ടിയിട്ടാണോ? ഒരു വർക്ക്ഷോപ്പിൽ സാധാരണക്കാരനെ പോലെ പണിയെടുക്കുന്നു എന്ന് കേട്ടപ്പോ അത് അമ്മയ്ക്ക് കുറച്ചിലായി പോയോ? എന്നാലും ഒരു വാക്ക് പോലും പറയാതെ. മനഃപൂർവ്വം പറയാതിരുന്നതാ. അച്ഛനും അമ്മയും ഒരിക്കലും അനുവദിക്കില്ലെന്നറിയാൻ. അതുകൊണ്ടാ ഞാൻ അനുവാദം ചോദിക്കാഞ്ഞത്. ജഗന്റെ കൂടെ പോയ വന്ദനയുടെ ജീവിതം തകർന്നു എന്ന് കണക്ക് കൂട്ടുന്നവർക്ക് ഒരു മറുപടിയായിട്ടാ ഞാൻ ജീവിക്കുന്നത്. വന്ദനയും ദീമോളയും പട്ടിണിക്കിടരുത്. അങ്ങനെ മാത്രമേ ഞാനും കരുതുന്നുള്ളൂ. എൻ്റെ 3 പെൺമക്കളിൽ ഏറ്റവും സാമ്പത്തിക ഭദ്രതയും സൗഭാഗ്യവും വർഷയ്ക്കാണെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. പക്ഷേ വർഷയ്ക്കല്ല, അത് വന്ദനയ്ക്ക്. എളിയ മുറിയെ പണിയെടുത്ത് ഭാര്യയെ പോറ്റുന്ന ഭർത്താവിൻ്റെ മനസ്സ്, അതിനേക്കാൾ വലിയ ഭദ്രത വേറൊന്നിനുമില്ല മോനെ. വിക്രമിന്റെ കോടികളേക്കാൾ വിലയുണ്ട് മോന്റെ ഈ മനസ്സിന്. എന്റെ വന്ദന ശപിക്കപ്പെട്ടവളല്ല, ദൈവം പ്രസാദിച്ചവളാ. എനിക്കിത് മതി. അമ്മയുടെ ഈ അംഗീകാരത്തിന് ഞാൻ വലിയ വില കൽപ്പിക്കുന്നുണ്ട്. ഇത് എന്റെ ആത്മധൈര്യം കൂട്ടും. എന്നെയും കൂട്ടി മാധവേട്ടൻ വന്നപ്പോ ഞങ്ങളുടെ മുന്നിലുള്ള ഏക പ്രതിസന്ധിയായിരുന്നു ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് എന്നത്. പക്ഷേ മാധവേട്ടൻ ഉറപ്പിച്ച് തീരുമാനിച്ചിരുന്നു, ഏതു മാന്യമായി ജോലി ചെയ്തും മുന്നോട്ട് പോകുന്നു.
ഒടുവില ഒരു വർക്ക്ഷോപ്പിൽ മെക്കാനിക്കിന്റെ പണിക്ക് കയറിയത്. അവിടെ അദ്ദേഹം വിജയിച്ചു. നിന്നെ ഈ വേഷത്തെ കാണുമ്പോഴും അമ്മയ്ക്ക് അതാ ഓർമ്മ വരുന്നത്. നീ വിജയിക്കും മോനെ. വന്ദന നൊന്ത് പ്രസവിച്ച കുട്ടി അല്ലെങ്കിൽ പോലും ദിയമോളെ നീ നിന്റെ മകളെ പോലെ അല്ല മകളായിട്ടാ വളർത്തുന്നത്. ആ കരുതലും സ്നേഹവും എന്നും അവൾക്ക് കാണുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ മകളുടെ കഴുത്തിൽ അവൾ പോലും അറിയാതെ താലി കെട്ടിയത് നീയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ നിന്നെ ശപിച്ചിട്ടുണ്ട്.